ഗുഡ് ഡേ എവരി വൺ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന വൗച്ചേഴ്സ് എങ്ങനെ എൻ്റർ ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ മെനുവിൽ പോവുക, വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 3 തരം വൗച്ചേഴ്സാണ് നമുക്കുള്ളത്: ജേണൽ വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് വൗച്ചർ. ഇപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് വൗച്ചറിൽ പോവുകയെന്ന് വിചാരിക്കുക. അതിൽ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ വൗച്ചർ എൻട്രി ആണ്. ഫ്രം ഇറ്റ് മീൻസ് ക്രെഡിറ്റ്, ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്രെഡിറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷിൽ നിന്നായിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. നമ്മൾ ക്യാഷ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ആവുന്നത്, അതാണ് അക്കൗണ്ട് ടു. ഫ്രമും ടൂവും വെച്ചാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് അക്കൗണ്ടും ടു എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് അക്കൗണ്ടുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏതെങ്കിലും വാട്ടർ എക്സ്പെൻസ് ക്യാഷിൽ നിന്ന് ഒരു 50 ദിർഹം വാട്ടർ എക്സ്പെൻസിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ എൻട്രി. അപ്പോൾ സിമ്പിൾ എൻട്രിയാണ്. 2 ഇതേ ഉള്ളൂ. 2 ലൈനുള്ള കാരണം ഇത് യൂസ് ചെയ്യണതാണ് ഏറ്റവും എളുപ്പം. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ വൗച്ചർ എൻട്രി നടത്തുന്നത്. വാട്ടർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 50 ദിർഹം എന്ന് പറഞ്ഞു. ഇപ്പോൾ മൾട്ടി ലൈൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇത് കൊടുക്കുകയാണ്, ഡേറ്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതാണ് ടൈപ്പ്, ഫ്രം അക്കൗണ്ട് അല്ലെങ്കിൽ ടു അക്കൗണ്ട് നമുക്ക് ആദ്യം കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണ് ഡെബിറ്റ് ആവുന്നത്. നമ്മൾ ദേവയുടെ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിൽ എൻട്രി നടത്താം. കാരണം ഇത് ക്രെഡിറ്റ് സൈഡിൽ എൻട്രി നടത്താൻ നോക്കിയാലും എൻ്റർ ആവത്തില്ല. കാരണം ഇത് നമ്മൾ 2 ആണ് ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ഒരു 120 ദിർഹം. അത് കഴിഞ്ഞിട്ട് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലൈൻ വരും. എന്നിട്ട് 2 അടുത്ത് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് വാട്ടർ എക്സ്പെൻസ് അങ്ങനെ എടുക്കാം, ഒരു 30 ദിർഹം. അതും 2 ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എൻട്രി നടക്കത്തുള്ളൂ. ക്രെഡിറ്റ് സൈഡിൽ എൻട്രി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻട്രി അടിക്കുമ്പോൾ ഇത് രണ്ടും ടാലി ആവാത്തതുകൊണ്ട്, ഇത് രണ്ടും ടാലി ആയാലാണ് നമുക്ക് സേവ് ബട്ടണൊക്കെ വിസിബിളായിട്ട് വരത്തുള്ളൂ. എൻട്രി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലൈൻ ഏതിൽ നിന്നാണ് ക്യാഷ് പോയേക്കുന്നത്, ഫ്രം അക്കൗണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്ന ഏത് അക്കൗണ്ടിൽ നിന്നാണ്. ഇപ്പം നമുക്ക് ADCB എന്നാണെങ്കിൽ ADCB ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് 150 ആണല്ലോ, 150 കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ബട്ടൺ വരുന്നു. ഇനി എൻ്റർ അടിച്ചാലും അടുത്ത ലൈൻ വരത്തില്ല. കാരണം ഇത് രണ്ടും എമൗണ്ട് രണ്ടും മാച്ച് ആയിട്ടുണ്ട്. എക്സ്പെൻസ് എന്ന് പറഞ്ഞ നരേഷനും കൊടുത്തു. സേവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് മൾട്ടി ലെവൽ എൻട്രി ഉള്ളൊരു വൗച്ചർ നമ്മൾ എൻട്രി ചെയ്യണം. ഇതേ പാറ്റേൺ തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് വൗച്ചറിൻ്റെ അകത്താണെങ്കിലും. ഓപ്പണിംഗ് ബാലൻസ് വൗച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് 2-3 ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇടണം. അതുപോലെ തന്നെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇടണം. മറ്റു അക്കൗണ്ടുകളുടെ ഓപ്പണിംഗ് ബാലൻസ് ഇടണമെങ്കിൽ അതിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ മാനുവലി ഒറ്റ ഒരു വൗച്ചറിൽ എൻട്രി ഇടാം. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ഓരോ അക്കൗണ്ടിലും പോയി ഓപ്പണിംഗ് ബാലൻസ് വൗച്ചറിൻ്റെ ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്ത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഇത്ര വെച്ച് ചെയ്തു. 2 മെത്തേഡും ഉണ്ട്. ഏത് വേണമെങ്കിലും പോസിബിൾ ആണ്. പിന്നെ ഈ പേയ്മെൻറ്റ് വൗച്ചേഴ്സ് മെനൂസിൽ വൗച്ചേഴ്സിൽ പോയിട്ടുണ്ടെങ്കിലും പേയ്മെൻറ്റ് വൗച്ചർ കിട്ടും. ഇതിന് 2 വ്യൂ ഉണ്ട്. ഗ്രിഡ് വ്യൂ ആണ് ഇങ്ങനെ കാണുന്നത്. അതേപോലെ തന്നെ ലിസ്റ്റ് വ്യൂ ഉണ്ട്. അത് റൈറ്റ് സൈഡിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് വ്യൂ വരും. ഗ്രിഡ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രിഡ് വ്യൂവും വരും. ആഡ്, എഡിറ്റ് വ്യൂ, പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റ്, അങ്ങനെ എല്ലാ ബട്ടൺസും അവൈലബിൾ ആണ്. പിന്നെ ഡിലീറ്റ് ബട്ടണും അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെയാണ് വൗച്ചേഴ്സിൻ്റെ അകത്ത്. ഇപ്പം നമുക്ക് പേയ്മെൻറ്റ് വൗച്ചേഴ്സിൽ പോകണമെങ്കിൽ സബ് മെനുവിൽ പോയി ഡയറക്റ്റ് പോവുകയും ചെയ്യാം. എല്ലാം പോസിബിൾ ആണ്.